എനിക്ക് മഞ്ഞൾ കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിച്ച് കൃഷി ചെയ്യുക. കാരണം നമ്മുടെ വീട്ടിലോട്ട് അധികം ഒന്നും കൃഷി ചെയ്യേണ്ടി വരൂല. ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ നടണവർക്ക് നടാൻ പറ്റിയൊരു മഞ്ഞളാണ്. നല്ല കളറുള്ള മഞ്ഞളാണിത്. നല്ല കുറുക്കുമി, നല്ല വാസനയാണ്. നമ്മ ഈ മഞ്ഞൾ കട്ട് ചെയ്തപ്പോ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടാ. അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഞ്ഞള് നമുക്ക് പൊടി കൂടുതൽ കിട്ടും. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇതാണ് കേട്ടോ മരമഞ്ഞള്. അപ്പൊ മരമഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ട ഈ മഞ്ഞള് നിങ്ങൾ ശ്രദ്ധിച്ച മഞ്ഞളിന്റെ നടുക്ക് വലിയൊരു വിത്തായിരിക്കുള്ളൂ. ആ വിത്തിന്റെ സൈഡിൽ നിന്ന് മുകളിലോട്ടാണ് മഞ്ഞൾ വളരണത്. സാധാരണ മഞ്ഞൾ നമ്മ ഇതേപോലെയല്ലേ ഇരിക്കണത്. അപ്പൊ ഇത് നമുക്ക് കറിയിലൊക്കെ ഇടണ മഞ്ഞൾ തന്നെയാണ്. അപ്പൊ ഇതിന്റെ പേരാണ് മരമഞ്ഞൾ. അപ്പൊ നമ്മ മരമഞ്ഞൾ വേറെ ഒരു പടർന്ന് കയറുന്ന മരമഞ്ഞളും ഉണ്ട് കേട്ടാ. വള്ളി പോലെ പടർന്ന് കയറുന്ന മരമഞ്ഞളും ഉണ്ട്. പക്ഷെ ഇത് നമ്മ കറിയിൽ എടുക്കണം. ആ മരമഞ്ഞൾ നമ്മ മരുന്നിന് ഉപയോഗിക്കണതാണ്. ഇത് നമ്മ കറിയിലൊക്കെ ഉപയോഗിക്കണ മഞ്ഞളാണ്. അപ്പൊ നമുക്കിന്നത് നടലാണ് ട്ടാ. ഈ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് വലിപ്പം വെക്കണ മഞ്ഞളാണ്. ഇതിപ്പാന്ന് പറഞ്ഞാൽ നമ്മ വിത്തിനായിട്ട് എടുത്തു വെച്ചിട്ട് മാസങ്ങൾ കിടന്നിട്ട് ഇതിന്റെ ജലാംശമൊക്കെ വറ്റി മുള വന്ന് തുടങ്ങിയ മഞ്ഞളാണ് കണ്ട. അപ്പൊ ഈ മഞ്ഞള് കണ്ട ഇപ്പൊ നമ്മ ഇത് ഒരെണ്ണം നട്ടാൽ ഇതേപോലെ സൈഡിൽ നിന്നൊക്കെ വന്നേക്കണണ്ട. എല്ലാം ഇതേപോലെ മുകളിലോട്ടാണ് ഈ മഞ്ഞൾ വളരുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലേക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മ ഇതൊരു 5 എണ്ണം നട്ടാൽ തന്നെ ഇഷ്ടംപോലെ മഞ്ഞൾ കിട്ടും. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ നടാൻ പറ്റിയൊരു മഞ്ഞൾ തന്നെയാണ്. കുറുക്കുമിന്റെ അളവൊക്കെ കൂടുതലുള്ള മഞ്ഞൾ തന്നെയാണ് ഇത്. അപ്പൊ നമുക്കിതെങ്ങനെ നടണ്ടേന്ന് നോക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ നടാൻ പോണത് HDP ഗ്രോ ബാഗ് കണ്ട. HDP ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കാം കണ്ട. ഇതിപ്പോ നമ്മ ഒരുപാട് തവണ ഉപയോഗിച്ച ഒരു ബാഗാണ്. ഇനിയും നമുക്ക് ഒരുപാട് നാള് ഇത് നമുക്ക് ഉപയോഗിക്കാം. പോട്ടിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ജൈവവളം മാത്രം. ഇപ്പൊ മഞ്ഞളിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും വേണ്ട. ചാരോ നമ്മുടെ വീട്ടിലെ ചവറ് പൊടിഞ്ഞത് മുട്ടത്തോട് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഈ പോട്ടി മിക്സ് ആണ് എടുത്തേക്കണം. അപ്പൊ നമുക്ക് കുമ്മായൊക്കെ ഇട്ട് വെച്ചിരുന്ന മണ്ണാണ്. അപ്പൊ നമുക്ക് ഈ മണ്ണ് നമുക്ക് ബാഗിലോട്ട് നിറക്കാം കണ്ട. നമ്മുടെ വീട്ടിൽ ഏത് ജൈവവളവും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് മേടിച്ച വളമൊന്നും നമ്മ ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലെ മണ്ണൊക്കെ തന്നെ വയറ് നിറച്ച് നന്നായിട്ട് തന്നെ നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാം. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മ എപ്പോഴും മഞ്ഞൾ കൃഷി ചെയ്ത് ഉപയോഗിക്കൽ തന്നെയാണ് നല്ലത്. എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല മഞ്ഞൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാം. നമുക്ക് അധികം മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 1 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 വർഷം നന്നായിട്ട് 1 കിലോ വേണ്ടി വരൂല. നമുക്ക് നന്നായിട്ട് തന്നെ ഉപയോഗിക്കാൻ കിട്ടണം. അപ്പൊ നമുക്ക് ഇത്ര അധികം മഞ്ഞളൊന്നും നമുക്ക് നടേണ്ട ആവശ്യമില്ല. വീട്ടിലേക്കൊക്കെ നടണവർക്ക് നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റും ചവറും എല്ലാം പൊടിഞ്ഞതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മഞ്ഞൾ കൃഷി ചെയ്യാം. ഒരു പരിചരണവും വേണ്ട. കാരണം മഴക്കാലത്താണ് മഞ്ഞളിന്റെ ഇതിപ്പോ ഒരു ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ ആയിട്ട് നമുക്ക് മഞ്ഞൾ നടാം. പുതുമഴ പെയ്തു തുടങ്ങിയ മഞ്ഞൾ നട്ടു കൊടുക്കാട്ട. പിന്നെ മഴയില്ലെങ്കിൽ ഇടക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി. പിന്നെ മഴക്കാലമാണല്ലോ, പിന്നെ നനക്കേണ്ടി ഒന്നും വരൂല. ഒരു പരിചരണമില്ല, കീടങ്ങളുടെ ശല്യവും ഇല്ല മഞ്ഞളിന്. അപ്പൊ നമുക്ക് ആദ്യം ഇത്രയും മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് മണ്ണ് ഇത് വളരണ അനുസരിച്ച് ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി കണ്ട ഇതേപോലെ നന്നായിട്ട് തണലിലൊക്കെ ഉണങ്ങി ഇരുന്ന ഒരു ചാണകപ്പൊടിയാണ് കേട്ടാ. വെള്ളമൊക്കെ വെച്ച് നല്ല ചാണകപ്പൊടിയാണിത്. അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തേക്കാം. ഇനി ചാണകപ്പൊടി ഇടണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കോഴിവളോ ആട്ടുംകാഷ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങൾ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മഞ്ഞള് കണ്ട. അപ്പൊ ഞാൻ നടാൻ പോണേന്ന് വെച്ചാല് ഇതേപോലെ തന്നെ അങ്ങ് നടണേണ്. പിന്നെ ഇതിന്നൊക്കെ ഒരുപാട് സൈഡിൽ നിന്നൊക്കെ ചെനപ്പൂട്ട് വലിയ മഞ്ഞൾ ഉണ്ടാവും കേട്ടോ നമുക്ക്. അപ്പൊ നമുക്കിതൊന്ന് നട്ടുകൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് കണ്ട. ഈ മഞ്ഞളുടെ ചെടി കാണാനും നല്ല ഭംഗിയായത്. മുകളിലോട്ട് ഇങ്ങനെ തിക്കായിട്ട് വളരണ മഞ്ഞളാണല്ലോ കണ്ട. അപ്പൊ നമ്മുടെ വീട്ടിൽ നടാൻ പറ്റിയൊരു മഞ്ഞളിന്റെ വെറൈറ്റിയാണ് ഈ മരമഞ്ഞൾ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നനച്ചു കൊടുക്കാം.
പിന്നെ ഞാൻ നിങ്ങക്ക് ഈ മഞ്ഞൾ എങ്ങനെയാണ് ഇരിക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ നമ്മുടെ മരമഞ്ഞളാണ് ഈ കാണുന്നത്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ട, നല്ല കളറുള്ള മഞ്ഞളാണിത്. നല്ല കുറുക്കുമി, നല്ല വാസനയാണ്. നമ്മ ഈ മഞ്ഞൾ കട്ട് ചെയ്തപ്പോ തന്നെ ഭയങ്കര സ്മെല്ലാണ് കേട്ടാ. അപ്പൊ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മഞ്ഞള് നമുക്ക് പൊടി കൂടുതൽ കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഇതിന്റെ ഈ കടഭാഗത്തിനാണ് എപ്പോഴും പൊടി കൂടുതൽ ഇട്ടണത്. അതാണ് വളർന്നിട്ട് വലുതാകണത്. അപ്പൊ നമുക്ക് പൗഡർ കൂടുതൽ കിട്ടും. പിന്നെ കണ്ട, കുറുക്കുമിനൊക്കെ കൂടുതലുള്ള നല്ലൊരു ഓറഞ്ച് കളറ്, റെഡൊക്കെ കലർന്ന ഒരു കളറ് കണ്ട, നല്ല കളറാണ്. അപ്പൊ നിങ്ങക്ക് ഈ മഞ്ഞൾ കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിച്ച് കൃഷി ചെയ്യുക. കാരണം നമ്മുടെ വീട്ടിലോട്ട് അധികം ഒന്നും കൃഷി ചെയ്യേണ്ടി വരൂല. ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ നടണവർക്ക് നടാൻ പറ്റിയ ഒരു മഞ്ഞളാണ്. ഡ്രമ്മിലൊക്കെ നടണവർക്ക് ഇഷ്ടം പോലെ ആ ബാഗ് നിറച്ച് മഞ്ഞൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് നല്ല മഞ്ഞൾ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ മഞ്ഞളൊക്കെ നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.